ഫ്രാൻസിൻ്റെ ആരാധ്യനായ രക്ഷാധികാരി ശ്രീ ആർ ഈ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ആദ്യമായി ഒരു കൂട്ടായ്മയുണ്ടാക്കി അവർക്ക് വേണ്ടി സംസാരിച്ച ശ്രീ മുജീബ് റഹ്മാൻ, ഫ്രാൻസിൻ്റെ ആരാധനായ രക്ഷാധികാരി ശ്രീ ജയദാസ് തിരുവനന്തപുരം സാർ, ഫ്രാൻസിൻ്റെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഇവിടെ നിങ്ങളുടെ മുന്നിൽ വിശദമായി സ്വാഗതം പറഞ്ഞ ഫ്രാൻസിൻ്റെ കേന്ദ്രനായ ജനറൽ സെക്രട്ടറി, മറ്റ് നിക്ഷേപകർ, ഈ നാട്ടിലെ പൗരപ്രമുഖരെ, സുഹൃത്തുക്കൾ, ഇത്തരത്തിൽ ഒരു ധർണാ സമരം ഇവിടെ ഫ്രാൻസ് സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ പ്രധാന കാരണം ഇവിടെ പല ധർണകളും മുൻപ് നടന്നു. ഞങ്ങൾ കുറച്ച് പുറകെ പോയി. സാധാരണ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളാണ്. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് പുറകെ പോയതിൻ്റെ കാര്യം നേരത്തെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഫോളോ അപ്പുകൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓടി വന്ന ഒരു ധർണ നടത്തുന്നതിനേക്കാളും നല്ലത് ഇത് ഒരു സഹകരണ പ്രസ്ഥാനം, നാട്ടിൻ്റെ സാധാരണ ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. അത് ഏതെങ്കിലും ഒരു പ്രതിഷേധ ധർണ കൊണ്ടോ മറ്റോ തകർന്നു പോയാൽ അതിന് ഞങ്ങൾ ഭാഗമാകണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ അല്പം ഒന്ന് പിന്നോട്ട് വരുന്നത്. എന്നിട്ട് തന്നെ ഞങ്ങൾ ഈ ഇവിടുത്തെ ബാങ്കിൻ്റെ അധികാര സ്ഥാനങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. 1 മാസമോ ചിലപ്പോൾ 10-40 ദിവസം കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം സാവകാശം തരണം. നിങ്ങൾ ഞങ്ങളെ ഇപ്പോഴേ കുരിശിലേറ്റരുത്. ഞങ്ങളത് 100% അല്ലെങ്കിലും ഒരു 55-60% വരെ ഞങ്ങളത് മുഖവിലേക്കെടുത്തു. അത് കഴിഞ്ഞ് 1-1.5 മാസം കഴിഞ്ഞിട്ടും പറഞ്ഞ വാക്കുകളായിട്ട് സാമ്യമുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. മാത്രവുമല്ല, പരാതികൾ കൂടുന്നു, ആളുകളുടെ കഷ്ടപ്പാട് കൂടുന്നു. സർവ്വം നഷ്ടപ്പെട്ടവരുടെ ഫോൺ വിളികൾ ഓരോ ദിവസവും ഞങ്ങളുടെ ഭാരവാഹികൾക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവരോടൊക്കെ മറുപടി പറഞ്ഞ് തളർന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് അങ്ങനെ അറച്ചു നിന്നിട്ട് കാര്യമില്ല. എൻ്റെ ശാന്തിവിള സന്തോഷിൻ്റെ സെക്രട്ടറി ശ്രീ സുശീലൻ അവർ എന്നെ വിളിച്ച് ചോദിച്ചു, ഇക്കാര്യത്തിൽ ഫ്രാൻസ് എന്താ കുറെ കൂടെ സ്പീഡിൽ മുന്നോട്ട് പോകാത്തതെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഫ്രാൻസിലെ അംഗസംഘടനകളായ ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞ് പുറകോട്ട് പോയതല്ല. ഇക്കാര്യം ഞങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ളത് കൊണ്ട് അത് ആലോചിച്ച് വരികയാണ്. ഞങ്ങൾ നിക്ഷേപകരുടെ പക്ഷത്താണെന്നുള്ളത് മാത്രം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ കൂടിയതിൻ്റെ പിന്നിൽ ഈ നിക്ഷേപകരെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും ഈ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടുന്നതിന് നിയമാനുസൃതമുള്ള എല്ലാ വഴികളും ഫ്രാൻസ് നേടുമെന്നും അതിന് അവസാനം വരെ ഇവിടെ എനിക്ക് പിന്നോട്ട് വന്നപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഇവിടെ ചില ആളുകൾ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് ബഹളമുണ്ടാക്കി അവർക്ക് ആവശ്യമുള്ള പൈസ മാറ്റിക്കൊണ്ട് അവരങ്ങ് പോകുന്ന ഒരു പതിവുണ്ട്. നിങ്ങൾ അങ്ങനെ ആകില്ല എന്ന് കരുതുന്നു എന്നാണ് ഞാൻ ഇങ്ങോട്ട് വെള്ളാങ്കി ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു 4 നിക്ഷേപകർ എന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് നല്ല ഭാഗ്യമാണ്, അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അടിയടയിട്ട് പറയുന്നു, ഈ നിക്ഷേപ തുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി 100% നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് നൽകാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അതിന് ഞങ്ങൾ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഞങ്ങളുടെ അസോസിയേഷനിൽ പോകാൻ കഴിയുള്ളൂ. അല്ലാതെ കയ്യൂക്കിലൂടെയോ സംഘർഷം ഉണ്ടാക്കിയോ നികാടിത്തരാനോ ഒന്നും ഞങ്ങൾ ആർക്കും വാഗ്ദാനം നൽകുന്നില്ല. അത് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നു. നിയമപരമായ മാർഗങ്ങളിലൂടെ അത് ഞങ്ങൾ പരമാവധി ശ്രമിക്കും. പരമാവധിയല്ല, 100% ശ്രമിക്കും എന്ന് ഉറപ്പുവരുത്തും. ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒട്ടേറെ ആളുകളൊക്കെ നിക്ഷേപകർക്കാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. അവർക്ക് അവസരം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇതിൻ്റെ ഉദ്ഘാടകൻ ആരാകണമെന്നുള്ള ആലോചന വന്നപ്പോൾ രക്ഷാധികാരി പറഞ്ഞത്, നമ്മുടെ ഫ്രാൻസിൻ്റെ ആളുകളോ മറ്റ് രാഷ്ട്രീയക്കാരോ വേണ്ട, നമുക്ക് നിക്ഷേപകരിൽ നിന്ന് തന്നെ ഒരാളെ കണ്ടെത്തണമെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഞാൻ പല നിക്ഷേപകരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ആള് ഒരു നിക്ഷേപം കൂടിയായ KRAയുടെ പ്രസിഡന്റ് ശ്രീ നമ്മുടെ ഫ്രാൻസിന്റെ രക്ഷാധികാരി കൂടിയായ ശ്രീ RS കൊണ്ട് നിർവഹിക്കണമെന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ഒരു പ്രമുഖ നിക്ഷേപകൻ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഈ ബാങ്കിലെ നിക്ഷേപകൻ തന്നെയാണ് ഈ ഞങ്ങളുടെ രക്ഷാധികാരി എന്നുള്ള നിലയിലല്ല നിക്ഷേപകൻ എന്നുള്ള നിലയിൽ ശ്രീ RS ശശികുമാർ അവരുടെ ആദരപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്തതായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിനുമുള്ള ബഹുമാനികൾ, ഇത്തരത്തിലൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകുന്നതിനും ഇവിടെ ധർണ നടത്തേണ്ട ഒരു അവസരമുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പ്രസിഡന്റും വാസ്തവത്തിൽ വളരെ വേദനയോടുകൂടിയാണ് ഞാനിപ്പോൾ ഈ ബാങ്കിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഈ ബാങ്കിൻ്റെ തുടക്കത്തെ മുതൽ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇത് പറയുമ്പോൾ 1957 ശാന്തിവിള കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഈ നിയമ സഹകരണ സൊസൈറ്റി നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനിയും നമ്മുടെ പൗരപ്രമുഖനുമായിരുന്ന ശാന്തിവിള അപ്പുട്ടൻ സാറും നാം എല്ലാവരും ഇന്ന് ആദരിക്കുന്ന ഇന്ന് നമ്മുടെ സമയത്തിരിക്കുന്ന മുൻകുടി കരുണാകരൻ നായർ സാറുമായിരുന്നു ഇതിൻ്റെ ആദ്യ ഭാരവാഹി. അതിൽ ഇന്ന് നമ്മുടെ ഈ സംഘത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ദുസ്ഥിതി കാണേണ്ട ഒരു ദുര്യോഗം കരുണാകരൻ നായർ സാർ വന്നതിൽ നമ്മളെല്ലാവരും, കാരണം നമ്മുടെ നാട്ടിൽ കർഷകർക്ക് വേണ്ടിയാണ് ഈ സൊസൈറ്റി 57 ആരംഭിച്ചത് കരുണാകരൻ നായർ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 70 കഴിഞ്ഞപ്പോൾ നാം എല്ലാവരും ആരാധിക്കുന്ന ഇപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഷാഹു അമീർ സാറാണ് അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇതിനെ കർഷക സൊസൈറ്റി എന്നുള്ള മാറ്റി ഇതിനെ സർവീസ് സൊസൈറ്റിയാക്കി മാറ്റിയത് ആ വലിയ മനുഷ്യനായിരുന്നു. പക്ഷേ അവരെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും നിക്ഷേപങ്ങൾ എടുത്തേക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ സൊസൈറ്റി. ഇപ്പോഴും ഞാൻ പറയാണ്, നിയമം സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. പക്ഷേ ആ അഭിമാനമായ ഈ സൊസൈറ്റിയെ, ഈ ബാങ്കിനെ ഈ അവസ്ഥയിൽ എത്തിച്ചവർക്ക് യാതൊരു കാരണവശാലും സമൂഹം മാപ്പ് കൊടുക്കില്ല. സംശയം വേണ്ട. കാരണം ഈ പറയുന്ന കാര്യത്തിനകത്ത് രാഷ്ട്രീയമില്ല. കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണം. ഇന്ന് സാധാരണക്കാരന് ഒരു നിക്ഷേപം കൊണ്ടിടാനോ അല്ലെങ്കിൽ കല്യാണത്തിനോ രോഗത്തിനോ പെട്ടെന്ന് ചെന്നാൽ ഒരു വായ്പ കിട്ടുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ ഏറ്റവും തഴച്ചു വളരുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു 70% സംഘങ്ങൾ CPM-ന്റെ നിയന്ത്രണത്തിലാണ്. 30% കോൺഗ്രസിന്റെയും BJPയും വളരെ കുറച്ച് കേന്ദ്രങ്ങൾ മാത്രമേ മറ്റേതായിട്ടുള്ളൂ. പക്ഷേ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന അഴിമതികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള മാറി മാറി വരുന്ന സർക്കാരുകൾ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു നടപടികൾ എടുത്തിട്ടില്ല. സൊസൈറ്റിയിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിന്റെ അതേ നിയമങ്ങൾ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ പരിശോധിച്ചതിന് ശേഷം ആ രേഖകളൊന്നും തന്നെ വെളിയിൽ കാണിക്കില്ല. ഇവിടെ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഭരണസമിതി തയ്യാറല്ല, ജനറൽ ബോഡി പിടിച്ച് കൂട്ടാറില്ല. ഈ രീതിയിൽ പരസ്പര സഹകരണ സംഘം എന്ന് പറയുന്നത് ഓരോരുത്തരെയും കുറ്റയായി കഴിഞ്ഞപ്പോൾ ആ പണം എന്ത് കാര്യത്തിന് വിനിയോഗിക്കാമെന്നുള്ള നിലവരികയും അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ സംഘത്തിന് ഈ അവസ്ഥ വന്നത്. നമ്മൾ കരിവന്നൂരും BSNL-ലും കണ്ടളയിൽ സംഭവം വന്നപ്പോൾ നമ്മൾ വേദനിച്ചില്ല, ജനങ്ങൾ ആ നാട്ടിലുള്ള ജനങ്ങൾ വേദനിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ ആൾക്കാർ നേരിട്ട് വേദനിക്കുകയാണ്. അവരുണ്ടാക്കിയ പണം, കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ പണം, മക്കളുടെ പഠനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പണം, പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിട്ട പണം, ദിനംപ്രതി മറ്റ് ബാങ്കിൽ പോകുന്നതിനേക്കാളും നമുക്ക് സൗഹൃദത്തോട് കൊടുക്കുന്ന പണം വാങ്ങാമെന്നുള്ളൊരു ബന്ധം, നമുക്കിവിടുത്തെ ജീവനക്കാരുമായിട്ടുള്ള ബന്ധം, ഇവിടുത്തെ ഡയറക്ടറുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിനെ ഇവിടെയുള്ള കുറെ പേർ ചൂഷണം ചെയ്തെങ്കിൽ അവരിൽ നിന്ന് ആ പണം ഈടാക്കാൻ നമ്മുടെ ഫ്രാൻസും കൂട്ടായ്മയും ബാധ്യതമാണെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയിക്കാറുള്ളൂ. നമ്മുടെ നിക്ഷേപകരുടെ ഒരു പണം പോലും നമ്മുടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഉള്ള പണം തിരിച്ചു വാങ്ങുന്നവരെ നിങ്ങളോടൊപ്പം ഫ്രാൻസും ഈ കൂട്ടായ്മ ഒന്നിച്ചുണ്ടാവുമെന്ന് മാത്രം അറിയിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സർക്കാർ ചെയ്യേണ്ടതാണ്. സർക്കാർ ഇതിനകത്ത് പാർട്ടി നോക്കാൻ പാടില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും. ഇവിടെ ഞാൻ അറിഞ്ഞത്
ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ തരം താഴ്ത്തിയിട്ട് നമുക്കെന്താ പ്രയോജനം? അവരെ തരം താഴ്ത്തുകയോ പൊക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ ആൾക്കാരുടെ പണം കിട്ടുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണം. കൂട്ടായ്മ മുൻകൈ എടുത്തുകൊണ്ട് ED അന്വേഷണം നടത്തണം. ഈ ബാങ്കിന്റെ നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിടണം. ഇവിടെയുള്ള വായ്പ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 50 കോടിയോളം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഈ പണം കൊണ്ടുപോയിരിക്കുന്നത് ഇവിടുത്തെ ഭരണസമിതിയിലെ ചില പ്രമുഖർ തന്നെയാണ്. അവരിൽ നിന്ന് തിരിച്ചു വാങ്ങണമെന്നുണ്ടെങ്കിൽ ED അന്വേഷണം വേണം. ഇവരുടെ പെൻഷൻ ഇവരുടെ സമ്പത്ത് നിക്ഷേപം ജോയിന്റ് ചേർത്ത് പരമാധികാരമുണ്ട്. അത് ഫ്രീസ് ചെയ്യണം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ചില ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ അവരുടെ വസ്തുവകൾ വിൽക്കാനായിട്ട് കഴിഞ്ഞു. നമ്മൾ കേസ് പറഞ്ഞ് ഈ പണം ഈടാക്കാൻ വരുമ്പോൾ അവരുടെ കയ്യിലെ വസ്തുവെല്ലാം കൈമാറി. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബ്രാഞ്ച് ജോയിന്റ് ചേർക്കേണ്ട നേരിട്ട് നിവേദനം നടത്തി. നമ്മുടെ സാധാരണ ആക്ട് അനുസരിച്ച് ജോയിന്റ് ചേർക്ക് അവരുടെ സ്വത്തുവകൾ ഫ്രീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം ഉപയോഗിക്കാൻ സാധാരണ വകുപ്പ് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അപ്പോൾ അതിന് ഇടപെടേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്, ഇവിടുത്തെ CPM ആണ്. കാരണം CPM-ന്റെ നിയന്ത്രണത്തിലുള്ള പാർട്ടിയാണ് ഇവിടെ ഭരണസമിതി ഭരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്രയും വലിയ മനോഹരമായ ബിൽഡിംഗ് എന്തിനാണ് ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഇവിടെ ആവശ്യമുണ്ടായിരുന്നത്? അങ്ങനെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നിയമത്തിന്റെ പ്രൈം പ്ലേസ് വെള്ളയാണി ജംഗ്ഷൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലമാണ്. അത്രയും വലിയൊരു സ്വത്താണ്. ഈ ബിൽഡിങ്ങിൽ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ മാത്രം ബാങ്ക് ഇട്ടിട്ട് ഇതിനെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് വരുമാനം കിട്ടില്ലായിരുന്നു. അതുപോലെ AC ആക്കി ഇവിടെ കോൺഫറൻസ് കൂടാനായിട്ടുള്ള ഓഫീസാക്കി മാറ്റി. കമ്പ്യൂട്ടറൈസ് ചെയ്യാത്ത ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ ഈ ബാങ്ക് മാത്രമാണ്. ഇത്രയും വലിയ സൗദത്തിൽ കമ്പ്യൂട്ടർ ചെയ്യാതെ മാനുവലായിട്ട് കണക്കുകൾ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ കൃത്രിമം നടത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു ബാങ്കിലും നടക്കാത്തത് കർണാടക ബാങ്കിലോ DHL ബാങ്കിലോ നടക്കാത്ത തട്ടിപ്പാണ് ഇവിടെ വന്നത്. എന്താണ്? കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസിന് വ്യാജ FD റെസിറ്റ് കൊടുത്തു. ആ 8 കോടി രൂപയുടെ വ്യാജ FD സർട്ടിഫിക്കറ്റ് വെള്ളക്കാരനായ ജോയിക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ FD വെച്ചുകൊണ്ട് ലോൺ എടുത്താൽ ആ ലൈബിലിറ്റി ബാങ്കിന്റെ നിലയിലാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് കമ്മീഷൻ കൊടുത്തായിരിക്കും FD റെസിറ്റ് കൊടുക്കുന്നത്. ഒരു FD റെസിറ്റ് ഒപ്പിട്ട് കൊടുക്കുക, കൺഫർമേഷൻ ഒപ്പിട്ട് കൊടുക്കുക. ഇവരെല്ലാം എന്താ കാണിക്കുന്നത്? ഇതാരും ചോദിക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് ഈ പണം മുഴുവൻ തിരിച്ചു ഈടാക്കാനും ഈ സ്ഥാപനത്തിനെ വിൽക്കണം. ഈ കെട്ടിടത്തിനെ പരസ്യമായിട്ട് ലേലം ചെയ്തിട്ട് നമുക്കൊരു ചെറിയ വീട് കെട്ടാൻ മതി. അവിടെ ഈ നമ്മുടെ സഹകരണ സ്ഥാപനം നിലനിൽക്കണം. നമ്മുടെ നാട്ടിൽ ഇനിയും സംഘം നിലനിർത്തണം. പാവപ്പെട്ടവന് ലോൺ കിട്ടാനോ ഉള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഈ ബിൽഡിങ്ങിനെ വിറ്റാൽ, പക്ഷേ ഞാൻ മനസ്സിലാക്കിടത്തോളത്തോളം ചെലവായ പണം കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ചെലവായ പണമല്ല ഇവിടെ ചെലവാക്കിയത്. ആ പണം ആര് കൊണ്ടുപോയി എന്നുള്ളത് കണ്ടെത്തണം. ആ പണം അവരിൽ നിന്ന് ഈടാക്കണം. അടിയന്തരമായി ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അടിയന്തരമായ നടപടിയെടുത്ത് നമ്മുടെ ആൾക്കാരുടെ, നമ്മുടെ നിയമവാസികളുടെ കണ്ണീരൊപ്പുവാൻ സർക്കാർ കൂടെയില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മുടെ ഫ്രാൻസ് ഒപ്പമുണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനത്തെ പ്രഖ്യാപിക്കുന്നു. ജയ്പാൽ. അടുത്തതായി ശ്രീ MR ഗോപൻ അവരുടെ യോഗാധ്യക്ഷൻ ഫ്രാൻസിൻ്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ മണ്ണാങ്കൽ രാമചന്ദ്രൻ അവർ ഈ പ്രതിഷേധ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഫ്രാൻസിൻ്റെ രക്ഷാധികാരി മുൻ സിൻഡിക്കേറ്റ് അംഗവും ഈ നാടിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ RS ശശികുമാർ സാറ്, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഫ്രാൻസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വിജയൻ നായർ, ഫ്രാൻസിൻ്റെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള ശ്രീ നേമം ജബ്ബാർ, ഇവിടുത്തെ പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, നിക്ഷേപകരോടൊപ്പം നിന്നുകൊണ്ട് നിക്ഷേപകർക്ക് ഒരു നേതൃത്വം നൽകിയ ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ സുശീലൻ, അതുപോലെ തന്നെ
ഫ്രാൻസിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാരവാഹികൾ, ശ്രീ ശാന്തിവിള വിനോദ്, ശ്രീ നേമം രാജൻ, ശ്രീ ജമീർ, മറ്റു പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഗുരുനാഥൻ, ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യകതയുള്ള ഒരു വേദിയല്ല. പക്ഷേ ഇവിടെ സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടക്കി ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒരു ഭരണകൂട സംവിധാനത്തെ ആക്ഷേപിക്കാനോ ഒന്നുമല്ല മുതിരുന്നത്. കഴിഞ്ഞ കാല അനുഭവത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ സംസാരിക്കേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ നിർവാഹമില്ല എന്നുള്ളത് ആമുഖമായി തന്നെ വളരെ വിഷമത്തോടെ ഞാൻ സൂചിപ്പിക്കും. ഇവിടെ ശ്രീ വിജയൻ നായർ സ്വാഗത പ്രസംഗത്തിൽ തുടങ്ങി വെച്ചത് ജനങ്ങൾ വളരെയേറെ വിശ്വാസത്തിലെടുത്തിട്ടുള്ള പതിറ്റാണ്ടുകൾക്ക് പാരമ്പര്യമുള്ള ഒരു ബാങ്ക് എന്നാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ആ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ കെട്ടിപ്പടുത്തത് എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൈമുതലായിട്ട് വന്ന് വിശ്വാസം ആർജിച്ച ശേഷമാണ് പതിറ്റാണ്ടുകൾ പിന്നിട്ടുകൊണ്ട് ജനങ്ങളുടെ ഒരു അത്താണിയായി പാവപ്പെട്ടവന്റെ ഒരു ബാങ്ക് എന്നൊക്കെയുള്ള സങ്കല്പം കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത മറച്ചു വയ്ക്കാതെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധിയായിട്ടുള്ള വർഷങ്ങൾ കൊണ്ട് ഏകദേശം കഴിഞ്ഞ 20 വർഷമായി ഈ ബാങ്കിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കുത്തഴിഞ്ഞ പോക്കിലേക്കാണ് ഈ ബാങ്ക് പോയിക്കൊണ്ടേയിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു മൈക്കിൽ കൂടി പറയുന്നതല്ല. ഓഡിറ്റ് റിപ്പോർട്ട് നിരവധി പ്രാവശ്യം ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു. രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള രജിസ്ട്രാറുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഇവിടെ ക്രമക്കേടുകളുണ്ട് എന്ന് ബാങ്കിന്റെ ഭരണകൂടത്തിലിരിക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ നിരവധി തവണ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇവിടെ കാണാതെ പോകാൻ നിർവാഹമില്ല. അങ്ങനെ ബാങ്കിനെ നിരവധിയായിട്ടുള്ള ബാങ്കിന്റെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ ഈ ബാങ്കിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഈ ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അതിനെ കടിഞ്ഞാണിടേണ്ടിയിരുന്നില്ലേ? ഈ പാവപ്പെട്ട ആളുകളുടെ പണം തട്ടിയെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കുഴപ്പത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ അത് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളോട് ബന്ധപ്പെട്ട നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത അവിടെയാണ് കാണിക്കേണ്ടിയിരുന്നു എന്ന് ഇവിടെ പറയാതെ പോകാൻ നിർവാഹമില്ല. ഇവിടെ ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ചെറിയ തോതിലുള്ള ഒരു പണമല്ല എന്നുള്ള വസ്തുത ഇവിടെ പറയാതെ പോകാൻ പറ്റില്ല. കാരണം 118 കോടി രൂപയാണ് ഈ ബാങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണക്കാരൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഇവിടെ നാഷണൽ ഹൈവേ കരമന കളിയിക്കാനുള്ള ദേശീയപാതയ്ക്ക് സ്ഥലമെടുപ്പ് നടന്നപ്പോൾ ആ ആളുകളുടെ ഭൂമിക്ക് വില സർക്കാരിട്ട പൊതുവില അനുസരിച്ചിട്ടുള്ള വലിയ തുകകൾ കയ്യിൽ കിട്ടി. ആ തുകകൾ ഇവിടുത്തെ ബാങ്കിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു. റെയിൽവേക്ക് സ്ഥലമെടുത്ത സമയത്ത് റെയിൽവേയുടെ പണം നിക്ഷേപിക്കപ്പെട്ടു. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥൻ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ SI റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകളുടെ പണം ഈ ബാങ്കിൽ വിശ്വാസപൂർവ്വം അർപ്പിക്കപ്പെട്ടു എന്നുള്ള വസ്തുത ആർക്കും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. എന്തിനേറെ പറയുന്നു, വീട്ടുജോലിക്ക് പോകുന്ന അമ്മമാരുടെ 1-2 ലക്ഷം രൂപ അവരെത്ര ദിവസം അടുക്കളപ്പണിയെടുത്ത് കരിപ്പാത്രം കഴുകിയ പണം പോലും ഈ ബാങ്കിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ ആർക്കും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ബാങ്ക് എന്ന നിലയ്ക്ക് അപ്പോൾ ഇതിന്റെ ഭാരവാഹികളെ പുറത്താക്കിയിരുന്നു എങ്കിൽ ഇതിന് യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ സത്യസന്ധതയോട് ഈ കാണിക്കുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വാർത്ത വന്നു. ഇതിന്റെ ഭാരവാഹികളെ 2 പേരെ പുറത്താക്കി, ബാക്കിയുള്ളവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ ഈ ഇരിക്കുന്ന നിക്ഷേപകർക്ക് എങ്ങനെയാ പണം കിട്ടുന്നത്? ഈ ഇരിക്കുന്ന ആളുകൾക്ക്, നിക്ഷേപകർക്ക് പണം കിട്ടാൻ പാർട്ടിയുടെ സൗകര്യാർത്ഥം
അവർക്ക് സസ്പെൻഡ് ചെയ്യാം, അവർക്ക് തിരിച്ചെടുക്കാം. അതൊരു പാർട്ടിയുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ആ അവകാശത്തെ ആർക്കും ഖനിക്കാൻ സാധ്യമല്ല. അത് അവരുടെ അവകാശമാണ്, അവർ ചെയ്തോട്ടെ. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം ഈ നാട്ടിലുള്ള കോടിക്കണക്കിന് രൂപ, നമുക്കറിയാം 118 കോടി രൂപ ഈ ബാങ്കിലാകെ നിക്ഷേപം ഉണ്ട് എങ്കിൽ അതിൽ ലോൺ കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ വിവരാവകാശ പ്രകാരം കിട്ടിയിട്ടുള്ള രേഖ പ്രകാരം കാണുന്നത് 42 കോടി രൂപ മാത്രമേ ഈ പ്രദേശത്ത് ലോൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ബാക്കി 62 കോടി രൂപ ഈ ബാങ്കിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഈ ഇരിക്കുന്ന എത്ര വലിയ സമരം നടത്തിയാലും, എത്ര ജനകീയ മുന്നേറ്റത്തോടുള്ള സമരം നടത്തിയാലും അത് പിടിച്ചെടുക്കണമെങ്കിൽ ചില വ്യവസ്ഥാപിതമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ നമുക്കറിയാം ഏകദേശം 300-ൽ കൂടുതൽ പരാതി ഈ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. 300-ൽ കൂടുതൽ നിക്ഷേപകരുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടി. 164 പേരുടെ FIR രജിസ്റ്റർ ചെയ്തു. ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഈ പണം ഇവിടുന്ന് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ ബഹുമാനപ്പെട്ട നേമത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ആരും, അതിന്റെ ബന്ധപ്പെട്ട ആരും തന്നെ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നാണ്. ഒരു FIR ഇട്ട് പോയിട്ടുണ്ട്. ആ FIR-ന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം ഇവിടുത്തെ ഒരു സെക്ഷൻ 406 IPC വിശ്വാസവഞ്ചന ചെയ്യുന്ന ആളിന് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷമാണ്. സെക്ഷൻ 409 IPC സർക്കാർ ഉദ്യോഗസ്ഥനോ ബാങ്ക് ഉദ്യോഗസ്ഥനോ കച്ചവടക്കാരോ ഏജന്റോ വിശ്വാസികളോ വഞ്ചന ചെയ്താൽ അവർക്ക് നേരെ ചുമത്തുന്ന ഒരു സാധാരണ വകുപ്പ് മാത്രമാണ് ഈ കേസിന് ആസ്പദമായി നേമം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR-ൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ടത്. അപ്പൊ ഈ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ ഈ സാധാരണക്കാരന്റെ പണം അങ്ങനെ നിരവധിയായിട്ടുള്ള ഇതിനകത്ത് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, ഇതിനകത്തും പുറത്തും സ്ഥാപിച്ചിട്ടുണ്ട്. നേമം സർവീസ് സഹകരണ ബാങ്കിന്റെ പുറത്തും അകത്തും സ്ഥാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി, സഹകരണ മന്ത്രി എന്നിവരുടെ ഫോട്ടോ ഫ്ലക്സ് ബോർഡിൽ വെച്ചിട്ട് ബോർഡിൽ സഹകരണ നിക്ഷേപകർ സർക്കാരിന്റെ ഗ്യാരണ്ടി, അപ്പോൾ ഈ നിക്ഷേപകരുടെ തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ട് എന്നാണ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴെന്താ സർക്കാരിന്റെ ഗ്യാരണ്ടിയുള്ള ബാങ്ക് ആണെങ്കിൽ ഇവിടെ ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിലയുണ്ട് എങ്കിൽ ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതിന് എങ്കിൽ സർക്കാർ ഈ നിക്ഷേപകർക്ക് 62 കോടി രൂപ ഇവിടെ ഏറിൽ നിൽക്കുക ആരുടെ കണക്കിൽപ്പെട്ടിട്ടില്ല, ഓഡിറ്റ് റിപ്പോർട്ടിലില്ല. ഈ ബാങ്കിന്റെ 3 നില ബിൽഡിംഗ് ലിഫ്റ്റ് സൗകര്യത്തോടുകൂടി ഈ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ വാങ്ങി വെക്കാൻ പണമില്ല. ഇവിടുത്തെ ആളുകളുടെ നിക്ഷേപ തുക അതിൽ എൻട്രി ചെയ്യാൻ ഇവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടില്ല. ഇവിടെ അപ്പോ പ്രിന്റ് ചെയ്ത് വാങ്ങുന്ന, അവസരോചിതമായി പ്രിന്റ് ചെയ്ത് വാങ്ങുന്ന പേപ്പറുകളിൽ മാത്രമാണ് ഈ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളിൽ അവരുടെ പണം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാതെ പോകാൻ നിർവാഹമില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് വളരെ സമാധാനപരമായിട്ടുള്ള ഫ്രാൻസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സമരത്തിൽ വന്ന് രാഷ്ട്രീയമായ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇത്തരം വസ്തുതകൾ നിക്ഷേപകരായിട്ടുള്ള നിങ്ങളോട് പറയാതെ ഇവിടെ വന്നിരുന്ന് എല്ലാം നല്ലതാണ്, എല്ലാം ഇനിയും നല്ലതാവട്ടെ എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നേമം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട കേരള പോലീസിന്, നേമം പോലീസ് എന്ന് മാത്രമല്ല കേരള പോലീസിന് ഇത്തരം നടപടിക്രമങ്ങൾ ചെയ്തിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ 30 വർഷത്തെ ഇവിടെ ഭരിച്ചിട്ടുള്ള ഭാരവാഹികളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അവരുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് എടുക്കണം. ആ ലിസ്റ്റ് എടുത്ത ശേഷം അത് ED അന്വേഷണം പ്രഖ്യാപിക്കണം. ED അന്വേഷണം പ്രഖ്യാപിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും ഒരുപോലെ ആവശ്യപ്പെടണം. അവരൊരുപോലെ ആവശ്യപ്പെടില്ല. കാരണം ഇത് മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഇതിൽ ആളുകൾ പെട്ടുപോയാൽ അവരെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത ഒരുപക്ഷെ ഈ ഗവൺമെന്റിന് കൂടി ഉണ്ട് എന്നുള്ള വസ്തുത നമുക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല. അങ്ങനെ മറച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ കഥ അവസാനിക്കില്ല. 62 കോടി രൂപ ഇവിടുത്തെ സാധാരണക്കാരന്റെ പണം എങ്ങനെ ഒരു ഗവൺമെന്റിന് കൊടുത്ത് നിറവേറ്റാൻ സാധിക്കും? ഇത് എടുത്തുകൊണ്ട് പോയവരിൽ നിന്ന് തിരിച്ചു പിടിക്കണം.
എടുത്തുകൊണ്ടുപോയവരിൽ നിന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാനോ ഈ നിക്ഷേപകരായിട്ടുള്ള ആരെങ്കിലും പോയാലോ അത്തരത്തിലൊരു ആളുകളെ കയ്യിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം നടത്തി അവർ ബാങ്കിലെ ബോർഡ് മെമ്പർ ആയ ശേഷം ബാങ്കിന്റെ പ്രസിഡന്റ് ആയ ശേഷം സെക്രട്ടറി ആയ ശേഷം അവർക്ക് നിലവിലുണ്ടായിരുന്ന സാമ്പത്തികവും ഇപ്പോഴുള്ള സാമ്പത്തികത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാരുടെ പേരിൽ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടിക്കൊണ്ട് ഈ നിക്ഷേപകർക്ക് പണം കൊടുക്കണമെങ്കിൽ ഈ ഏജൻസി അന്വേഷിച്ചാൽ പോരാ എന്നുള്ളതാണ് എന്റെ വസ്തുത. ഈ ഏജൻസി അന്വേഷിച്ചാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഇത് അന്വേഷിച്ചു പോകാല്ലാതെ ഒരു നയാ പൈസ തിരിച്ചു കിട്ടാൻ സാധ്യമല്ലാത്ത തരത്തിലേക്ക് ഈ ബാങ്ക് കുത്തഴിഞ്ഞ ബാങ്കായിട്ട് പോയി മാറിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, 30 വർഷം മരണപ്പെട്ടു പോയിട്ടുള്ള ഇവിടെ സുതാര്യമായിട്ടുള്ള വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള 2 പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരായിരുന്നു. ഒന്ന് നമുക്കറിയാം, ശ്രീ ഷാഹുൽ. അദ്ദേഹം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ജനാധിപത്യത്തെയൊക്കെ അങ്ങനെ വളരെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുള്ള, അതുപോലെ തന്നെ കാസിം സാറൊക്കെയുള്ള ആൾ. സാർ, അവിടെ 30 വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ഷബീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ ഈ ബാങ്ക് ലോൺ എടുത്തിരിക്കുക. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ഇവിടുത്തെ ഭരണകൂടമോ ഇവിടുത്തെ ബോർഡ് മെമ്പറോ അറിയാതെ അത് ചെയ്യുമെന്ന് ഈ ഇരിക്കുന്ന നിങ്ങൾക്കോ എനിക്കോ വിശ്വസിക്കാൻ സാധിക്കുമോ? 30 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ആളെ പേരിലേക്ക് ബാങ്കില് ലോൺ എടുത്തിരിക്കുന്നു. ഈ ബാങ്കിൽ നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞ് വെള്ളറുടെയുള്ള ഇവിടെ ശശികുമാർ സാർ സംസാരിച്ചു. വെള്ളറുടെയുള്ള ഒരു ജോലി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് 8 കോടി രൂപ ഈ ബാങ്ക് വായ്പ കൊടുത്തിരിക്കുന്നു. ബാങ്കിലേക്ക് KSEBക്ക് ഇവിടുത്തെ നിക്ഷേപമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഈ ബാങ്കിൽ നിന്ന് നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ആരും അറിയാതെ ആരുടെയും കണ്ണിൽ പെടാതെ ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്കോ എനിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനോ വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ സൂചിപ്പിക്കുന്നു, നിക്ഷേപകരുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഇത് ED അന്വേഷണത്തിന് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു നിയമം കേരളത്തിൽ ഉണ്ട്, സഹകരണ നിയമം. ആ സഹകരണ നിയമത്തിന്റെ കൊള്ളയടിക്കപ്പെട്ട ബാങ്കുകളുടെ ചരിത്രം നമുക്ക് നോക്കിയാൽ കരിവണ്ണൂരിലായാലും കണ്ടളയിലായാലും അതുപോലെ BSNL ആയാലും ഒക്കെ തന്നെ ഇന്ന് വരെ സമരം ചെയ്ത് പോരാടിയിട്ട് നിക്ഷേപകരായിട്ടുള്ള ആളുകൾക്ക് ആ തുക തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും ഇവിടെയും അത് തന്നെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള വളരെ ഒരു രാഷ്ട്രീയ ചായവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഫ്രാൻസ് പോലുള്ള സംഘടന അതിന്റെ മുന്നിലുണ്ട്. ശ്രീ മുജീബുണ്ട്, അതുപോലെ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഞാനിപ്പോ 2 ദിവസം ഈ സമരത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന ആളാണ്. കഴിഞ്ഞ നിരവധിയായിട്ടുള്ള ആളുകൾ ചോദിച്ചു, ഇവിടെ എന്താ, ഞാൻ എൻ്റെ രാഷ്ട്രീയ പേര് പറയുന്നില്ല, അവരൊക്കെ എവിടെ പോയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശങ്ങൾ സമാഹരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ പേരിലേക്ക് ചിട്ടി തട്ടിയെടുത്തിട്ടുള്ള ആളുകളുടെ കണക്കും ലിസ്റ്റും നമ്മുടെ കയ്യിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചിട്ടിക്ക് ഇവിടെ 10 പേര് 12 പേര് ചേരുന്ന ചിട്ടിയിൽ ഇവിടെ തന്നെ ചേർന്നെടുത്തുകൊണ്ട് പോകും. VPC ഗവൺമെന്റ് ഇരുന്ന സമയത്ത് കാർഷിക വായ്പ എഴുതിത്തള്ളിയപ്പോൾ ഈ ബാങ്കിന് അതിൻ്റെതായിട്ടുള്ള ഗുണം ലഭ്യമായ സമയത്താണ് ആ കാർഷിക വായ്പ എഴുതിത്തള്ളിയ ഗണത്തിൽ ഇവിടെ എഴുതിത്തള്ളി സർക്കാരിലേക്ക് കണക്ക് കൊടുത്തു. പക്ഷേ എഴുതിത്തള്ളിയ കർഷകന്റെ നിന്ന് വീണ്ടും പണം സമാഹരിച്ചുകൊണ്ട് ആ പണം സമാഹരിച്ച ആളുകൾ ഇവിടുത്തെ ബോർഡ് മെമ്പർമാരൊക്കെ അത് വീതിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഇവർക്ക് നിഷേധിക്കാൻ സാധിക്കും. അങ്ങനെ കാർഷിക വായ്പ എഴുതിത്തള്ളിയ കാർഷിക വായ്പ ഇവരുടെ വീണ്ടും ഗുണഭോക്താക്കളിൽ നിന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇവർക്ക് ആർക്കെങ്കിലും മറച്ചു വയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഇത്തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പരിപൂർണമായിട്ട് വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു ബാങ്ക്, ജനകീയമായ ബാങ്ക് എന്നിവിടെ ആരോ സൂചിപ്പിച്ചു, ഞാനും ആ ഗണത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. പാവപ്പെട്ടവന് ഒരു പ്രതിസന്ധി വന്നാൽ ഓടി വന്നാൽ വളരെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ കൊടുക്കുമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോയാൽ അവരൊരു ലോൺ കൊടുത്ത് സഹായിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് നേമം സർവീസ് സഹകരണ ബാങ്കാണ് എന്ന് പറയാതെ പോകാൻ നിർവാഹമില്ല. അങ്ങനെ ആളുകളെ പ്രീതപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ഇവിടെ പാവപ്പെട്ടവന്റെ പണം സമാഹരിച്ചുകൊണ്ട് ആളുകൾക്ക് വീതിച്ചു കൊടുത്തതും
അല്ലെങ്കിൽ അതിനകത്ത് വന്നിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, സ്വർണ്ണ കച്ചവടം ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളെയൊക്കെ പേര് ഇവിടെ പുറത്തു വരണം. പുറത്തു വന്നുകൊണ്ട് ഈ ഇതിൽ പണം കട്ടുകൊണ്ടുപോയ ആളുകളെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കപ്പെടുന്നില്ല. ഇതിന് വിശ്വാസമർപ്പിച്ച, ഞാൻ ആമുഖ പ്രസംഗത്തിൽ തുടങ്ങിയതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഈ വിശ്വാസമർപ്പിച്ചത് ഈ ബോർഡ് മെമ്പർമാരെ കണ്ടിട്ടല്ല. ഈ ബോർഡ് മെമ്പർമാരുടെ പേരിൽ ആകർഷിതരായിട്ട് വന്നവരല്ല ഇവിടുത്തെ നിക്ഷേപകർ. അവർ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനം ഈ ബാങ്കിനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടില്ല എന്ന വിശ്വാസമാണ് ഇവിടെ പണം നിക്ഷേപിച്ചതെങ്കിൽ ആ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പരിപൂർണമായി ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റാൻ ഈ സംവിധാനം ആലോചിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ, ഡയാലിസിസ് പേഷ്യന്റ്, ഹാർട്ട് പേഷ്യന്റ്, ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ നടയിൽ ഒരു മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഡയാലിസിസ് പേഷ്യന്റിന് ഇവിടെ നിന്ന് കിട്ടുന്ന പണം വാങ്ങിക്കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ധാരാളം ഇതിൽ നിക്ഷേപകരായിട്ടുണ്ട്. ചെറിയ ചെറിയ തുകകൾ നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അവരുടെ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന ആളുകളുണ്ട്. അവർ ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കണമെങ്കിൽ ഈ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിങ്ങളിലൊരാളായി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. അടുത്തതായി ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിക്ഷേപ കൂട്ടായ്മ രൂപീകൃതമായിട്ടുണ്ട്. അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ മുജീബിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ വേദിയിലിരിക്കുന്ന ഫ്രാൻസ് സംഘടനയുടെ രക്ഷാധികാരികളെ, വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട കൗൺസിലർ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാരെ, സ്നേഹസമ്പന്നരായ ബഹുമാന്യരായ നിക്ഷേപകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ആദ്യമായി ഈ ഫ്രാൻസ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ യോഗം, ഒരു പ്രതിഷേധ ധർണ ഈ ബാങ്കിന് മുന്നിൽ സംഘടിപ്പിച്ച ഇതിന്റെ രക്ഷാധികാരിയെയും ഇതിന് നേതൃത്വം നൽകുന്ന മണ്ണാകൽ രാമചന്ദ്രൻ സാറിനെയും ശശികുമാർ സാറിനെയും ഹൃദയപൂർവ്വം ഈ നിക്ഷേപ കൂട്ടായ്മയുടെ പേരിൽ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ സമരം നിക്ഷേപ കൂട്ടായ്മയുടെ പേരിൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ഒരു എത്തും പിടിയുമില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഇടതും വലതുമായി, ഇടതുഭാഗത്ത് ഇവിടുത്തെ കൗൺസിലർ നമുക്കുണ്ട്, വലതുഭാഗത്ത് നമുക്ക് ഫ്രാൻസ് എന്ന സംഘടന, പ്രബലമായ ഒരു സംഘടന നമുക്കുണ്ട്. ഫ്രാൻസിനെ ചെറിയ ഒരു സംഘടനയായി ചിത്രീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിയമം മേഖലയിൽ ഫ്രാൻസ് ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അഴിമതിക്കെതിരെ അവർ പോരാടുന്ന പ്രവർത്തനങ്ങൾ വളരെയേറെ പ്രശംസനീയമാണ്. വ്യക്തിപരമായി ഞാൻ അതെല്ലാം നോക്കിക്കാണുന്ന ആളാണ്. ആ ഫ്രാൻസ് എന്ന സംഘടന പ്രക്ഷോഭ സമര രംഗത്തെത്തിയപ്പോൾ ഈ നിക്ഷേപ കൂട്ടായ്മ വളരെയേറെ ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ കൗൺസിലർ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഈ ബാങ്കിൽ ഇനി അന്വേഷണം വരണമെങ്കിൽ അത് ED അന്വേഷണത്തിൽ കൂടി മാത്രമേ ഈ ബാങ്കിന്റെ കൊള്ള ചെയ്ത കൊള്ളക്കാരന്മാരെ കയ്യാമം വയ്ക്കാൻ കഴിയൂ എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഈ കൗൺസിലർ ഇതിനു വേണ്ടി നമ്മോടൊപ്പം സഹകരിക്കുന്നത് നിക്ഷേപ കൂട്ടായ്മ അദ്ദേഹത്തിന് ഹാർദവമായ സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നമുക്കിനി അദ്ദേഹത്തിന്റെ ചില മാർഗനിർദ്ദേശങ്ങൾ വേണം, ഫ്രാൻസിന്റെ മാർഗനിർദ്ദേശങ്ങൾ വേണം. ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ ഗുരുജനങ്ങളെല്ലാം പല പ്രാവശ്യം നിക്ഷേപ കൂട്ടായ്മയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പല മാർഗനിർദ്ദേശങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ബാങ്കിലെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഇതിന്റെ ഭാരവാഹികൾ, ഫ്രാൻസിന്റെ ഭാരവാഹികൾ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. വിവരാവകാശ പ്രവർത്തകരും അഴിമതിക്കാർക്ക് പേര് സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രീ ശശികുമാർ സാറിനെ പോലെയുള്ളവർ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഞാൻ പറയുന്നത് അധികപ്പറ്റാണെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം
ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ കയറി ഇറങ്ങി. ഏത് ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങിയാലും അവിടെയെല്ലാം പോകുമ്പോൾ കൈമലർത്തുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. ലക്ഷങ്ങൾ ഇവിടെ നിക്ഷേപം ചെയ്ത് അമ്മമാർക്ക് മരുന്ന് വാങ്ങുവാൻ, നിങ്ങൾക്കറിയാമോ, ഈ ഹോമിയോ കോളേജിൽ താമസിക്കുന്ന ലളിത ചേച്ചി ഇവിടെയുണ്ട്. ആ ലളിത ചേച്ചിക്ക് അവരുടെ വീട്ടുകാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് ഇവിടുത്തെ NSSകാരും SNDPക്കാരുമാണ്. അവിടെ അവർക്ക് വീട്ടിലെ ആഹാരങ്ങൾ പാചകം ചെയ്യാൻ എത്തിക്കുന്നത് റെസിഡൻസ് അസോസിയേഷൻകാരാണ്. അവരുടെ 2 ലക്ഷം രൂപ വരെ ഈ ബാങ്ക് അധികൃതർ പിടിച്ചു വച്ചിരിക്കുന്നു. ഈ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന AR രാജേന്ദ്രന്റെ വീട്ടിൽ അവിടുത്തെ പാത്രം കഴുകാനുള്ള ശാന്ത ചേച്ചിയുടെ 1.25 ലക്ഷം രൂപ തടഞ്ഞു വെച്ചേക്കുന്നു. ശാന്ത ചേച്ചിയുണ്ട്. ഇങ്ങനെ നിരവധി പാവപ്പെട്ട അമ്മമാരുടെ കാശാണ് ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, കൊടുക്കാതെ പാവങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ജോയിന്റ് രജിസ്റ്റർ AR മന്ത്രിമാരെ കണ്ടു, ഇവിടുത്തെ മിനിസ്റ്ററെ കണ്ടു, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജോയ് അവരെ ഇന്നലെ കണ്ടു. ഒരിടത്തും പോയിട്ടും യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇന്നലെ ജോയ് MLA നേരിട്ട് കണ്ടതിന്റെ ഫലമായി അദ്ദേഹം ഒരു സജഷൻ വെച്ചിട്ടുണ്ട്. ശശികുമാർ സാർ പറഞ്ഞതുപോലെ ഈ ബാങ്കിനെ ലേലത്തിൽ വെച്ച് വിൽക്കുകയും ആ ഫണ്ടും നിക്ഷേപ സമാഹരണ നിധിയിൽ നിന്നുള്ള ഫണ്ടും ഡിപ്പോസിറ്റ് സ്കീമിൽ നിന്നുള്ള ഫണ്ടും സ്വരൂപിച്ചുകൊണ്ട് ഈ ബാങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തി അത്യാവശ്യക്കാർക്ക് കുറച്ച് കാശ് കൊടുക്കാം, വരുന്ന 18-ാം തീയതി നമ്മളെ കാണാം എന്നുള്ള ഒരു മറുപടിയും നൽകുകയുണ്ടായി. ആ പ്രവർത്തനങ്ങൾ വരികയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നാലും ശരി തന്നെ അവരുമായൊക്കെ സഹകരിക്കാൻ ഈ നിക്ഷേപ കൂട്ടായ്മ തയ്യാറാണ്. ഇവിടെ യാതൊരുവിധ രാഷ്ട്രീയ മുതലെടുപ്പുമില്ല. മേടിക്കേണ്ട നിക്ഷേപം ഇവിടെ സന്നിധരായിരിക്കുന്ന 3/4 പേർക്കും നിക്ഷേപം കിട്ടാനുള്ളവരാണ്. അവരുടെ നിക്ഷേപം കിട്ടുമെന്ന് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ, നിക്ഷേപം തരവല്ല, നിങ്ങൾ തരുമെന്ന് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സമര പരിപാടികൾ എല്ലാം അവസാനിപ്പിക്കാൻ നിക്ഷേപ കൂട്ടായ്മ തയ്യാറാണ്. ഇത് ദിനംപ്രതി പ്രക്ഷോഭ പരിപാടികൾ നടത്തി മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹമല്ല നമുക്കുള്ളത്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പ്രക്ഷോഭ പരിപാടിക്ക് നമ്മൾ രംഗത്തെത്തിയത്. 4 സമരങ്ങൾ ചെയ്തു. 4 സമരങ്ങളിലും ഇവർ കണ്ണു തുറന്നില്ല. ഇവരാദ്യം പറഞ്ഞു നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപത്തിന്റെ 10%, അതായത് ഒരാള് 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാസം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 50,000 രൂപ വെച്ചെങ്കിലും കൊടുത്ത് നിക്ഷേപകരുടെ പ്രതിസന്ധി പരിഹരിക്കാം, ഇവിടെ പ്രശ്നമില്ല എന്ന ആരും ഇങ്ങനെ ഒരു പ്രചരണം വരുത്തണ്ട. ഇതൊക്കെ അവരെ ലംഘിച്ചു. ഏറ്റവും കൂടുതൽ പാവപ്പെട്ട അമ്മമാർക്ക് മാസം 5,000 രൂപ മരുന്നിന് കൊടുക്കാം. ലക്ഷങ്ങൾ നിക്ഷേപിച്ച അമ്മമാർക്ക് 5,000 രൂപ മാസം തോറും കൊടുക്കാമെന്ന് പറഞ്ഞു. അതും ഈ അധികൃതർ ലംഘിച്ചു. നമുക്ക് പോംവഴിയില്ലാത്തത് കൊണ്ടാണ് നാം ഒരു സമര രംഗത്തേക്ക് തിരിച്ചത്. ഈ സമരം ഇവിടെ ചുരുങ്ങുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് തന്റെ ഇടത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാം, നമ്മുടെ കൂടെ ആളുണ്ട്, നമ്മുടെ മുന്നിൽ കൗൺസിലറുണ്ട്, നമ്മുടെ മുന്നിൽ ഫ്രാൻസിന്റെ ആൾക്കാരുണ്ട്. അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നിക്ഷേപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ബൃഹത്തായ ഒരു സമര പരിപാടി ആവിഷ്കരിക്കുവാൻ ഉടനെ നമ്മളൊരു ജനറൽ ബോഡി വിളിക്കുകയാണ്. ഈ ബാങ്കിലെ ഈ കൊള്ള ചെയ്ത ഈ മുൻ സെക്രട്ടറിമാരെ കയ്യാമം വയ്ക്കാതെ ഈ നിക്ഷേപ കൂട്ടായ്മ പിരിയുന്ന പ്രശ്നമേ ഇല്ല. അവസാനത്തെ 1 രൂപയും വാങ്ങിയേ നമ്മൾ ഈ നിക്ഷേപ കൂട്ടായ്മ പിരിക്കുള്ളൂ. കാരണം ഇത് നിയമമാണ്. ഈ നിയമത്തിന് ചരിത്രങ്ങളുണ്ട്. നിയമം എന്ന് പറയുന്നത് മറ്റുള്ള കണ്ടയോ അല്ലെങ്കിൽ കരുവന്നൂരോ പോലെയല്ല. നിയമം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന് പേരുകെട്ട വ്യത്യസ്ത മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ള ഈ ഒരു ശാന്തമായ നിയമം പ്രദേശത്ത് നിയമത്തെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അമ്മമാരുടെ നിക്ഷേപം പറ്റിച്ച് വാണിജ്യ ബംഗ്ലാവുകൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കയ്യാമം വെച്ച് അവസാനത്തെ കാശും വാങ്ങിയ ഈ നിക്ഷേപ കൂട്ടായ്മ പിന്തുടരാറോ അതിന് യാതൊരു മാറ്റവുമില്ല. പ്രിയമുള്ളവരെ, നിരവധി സ്ഥലങ്ങളിൽ പോയി ഇപ്പോൾ നമുക്ക് ഭാഗ്യം വന്നിരിക്കുകയാണ്. നമുക്ക് തന്റെ ഇടമുണ്ട്. ശ്രീമാൻ MR ഗോപൻ എന്ന അദ്ദേഹം
ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും കൗൺസിലറുമാണ്. അദ്ദേഹത്തിന്റെ പിൻബലത്തോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇഡിയെ ഈ ബാങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ ഈ ബാങ്കിൽ കൊള്ളയടിച്ച കൊള്ളക്കാരെ കയ്യാമം വെച്ച് ഈ നിക്ഷേപ കൂട്ടായ്മ പിന്മാറുകയുള്ളൂ. അതിന് യാതൊരു സംശയവുമല്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഫ്രാൻസ് എന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഘടനയും മറ്റുള്ള എല്ലാ ജനങ്ങളും നാട്ടുകാരും നമുക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിക്ഷേപകരുടെ നിക്ഷേപം തിരികെ കിട്ടുവാൻ വേണ്ടിയുള്ള പ്രക്ഷോഭ സമര പരിപാടികൾക്കും നിയമപരമായുള്ള പോരാട്ടങ്ങൾക്കും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ ഈ ബന്ധപ്പെട്ടവർക്കെല്ലാം എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. അടുത്തതായി നേമം റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ രാജൻ. ബഹുമാനപ്പെട്ട ഈ ധർണയുടെ അധ്യക്ഷൻ ശ്രീ മണ്ണാങ്കൽ രാമചന്ദ്രൻ നായർ, ഈ ധർണ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനനായ ശ്രീ RS ശിവകുമാർ സാർ, വേദിയിലിരിക്കുന്ന പൊന്നുമംഗലം വാർഡിന്റെ കൗൺസിലർ ശ്രീ MR ഗോപൻ, ശ്രീ മുജീബ്, ശ്രീ അബ്ദുൽ ജബ്ബാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, അതിലേക്ക് ഉപരി തൻ്റെ ഇതുവരെയുള്ള സാമ്പത്തികം ഇവിടെ നിക്ഷേപിച്ച് തട്ടിപ്പിന് ഇരയായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ഉദ്ഘാടകനും സ്വാഗതം പറഞ്ഞ ശ്രീ വിജയകുമാറും ശ്രീ MR ഗോപനും ശ്രീ മുജീബും ഒക്കെ വളരെ വിശദമായ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഈ ബാങ്ക് കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ ഭരണം നടത്തുന്ന ഒരു ബാങ്കാണ്. കാലാകാലങ്ങളിൽ ഒരു നോട്ടീസ് മാത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും തിരഞ്ഞെടുപ്പിൽ അടുപ്പിക്കാതെ എല്ലാം വളരെ രഹസ്യമായി ഒരു പത്രത്തിൽ പരസ്യം മാത്രം നൽകിക്കൊണ്ട്, വേണ്ടപ്പെട്ട ഒരു പത്രത്തിൽ പരസ്യം മാത്രം നൽകിക്കൊണ്ട് കാര്യമായ മെമ്പർമാരെ വിളിച്ചുകൂട്ടി ജനറൽ ബോഡി കൂടാതെയും എല്ലാം വളരെ രഹസ്യമായി കഴിഞ്ഞ 10-40 വർഷക്കാലമായി നമ്മുടെ പ്രദേശത്ത് ഈ ബാങ്കിന്റെ ഭരണം കൈയാളുന്ന CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി ഇവിടെ ഭരിച്ച് ബാങ്കിനെ 10-60 കോടി രൂപ ലോണ് കൊടുത്തത് പോയിട്ടാണ് ഞാൻ പറയുന്നത്. 10-60 കോടി രൂപ ആളുകളുടെ നിക്ഷേപം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഈ സമര രംഗത്തുള്ളത്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇവിടെ ഒട്ടനവധി സമര പരിപാടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കഴിഞ്ഞു. ഏകദേശം 1-2 രാഷ്ട്രീയ പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ബാങ്കിന്റെ മുമ്പിൽ സമരരംഗത്താണ്. ഏകദേശം 112 കോടി രൂപയുടെ ക്രമക്കേടാണ് നേമം CIയുമായി കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് അവിടെ കൂടി ഒരു മീറ്റിംഗിൽ അദ്ദേഹം ആധികാരികമായി പറഞ്ഞത്. 125 കോടി രൂപയുടെ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതിൽ 112 കോടി രൂപയുടെ FD സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാട്ടാക്കടയിലുള്ള ജോയി എന്ന് പറയുന്ന വ്യക്തിക്ക് 10 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കുകയും
8 കോടി രൂപയ്ക്ക് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകുകയും ഈ ഡിപ്പോസിറ്റ് അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് ഈ 8 കോടി രൂപ KSFBയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് ലോൺ എടുത്തതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ മീറ്റിംഗിൽ നിയമം CI പറഞ്ഞത് 10,80,00,000 രൂപയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 300ഓളം പരാതികൾ, 113 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള കണക്കാണ്. ഫ്രാൻസിന്റെ കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളാണ്. ഞാനും RS ശിവകുമാർ സാറ് സി മണ്ണാങ്കലും ഒക്കെ പങ്കെടുത്ത യോഗത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇവിടെ ലോൺ ഇനത്തിൽ ആളുകൾക്ക് നൽകിയിട്ടുള്ളത് 10-40 കോടി രൂപ മാത്രമാണ്. ഏകദേശം ഇതിന്റെ അന്തിമ കണക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു 75 കോടി രൂപയുടെ ക്രമക്കേടുകളായിരിക്കും നമ്മൾ എത്തപ്പെടുന്നത്. ഈ ലോണുകൾ ഇവിടെ പിരിച്ചെടുത്താൽ പോലും പകുതി ആളുകൾക്ക് പോലും പൈസ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്നിവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം 4-5 കോർപ്പറേഷൻ വാർഡുകൾ, പഴയച്ചൽ പഞ്ചായത്തിന്റെ ഒരു മേഖല, കല്ലൂർ പഞ്ചായത്തിന്റെ ഒരു മേഖല, ഇതൊക്കെ അടങ്ങുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗത്തുമുള്ള ആളുകൾക്ക് പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അവരുമായൊക്കെ ബന്ധപ്പെട്ട് ഒട്ടനവധി കാശ് ഈ ബാങ്കിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഈ ബാങ്ക് തകർച്ചയിലാണെന്നും നിങ്ങൾ 1 രൂപയും നിക്ഷേപം സ്വീകരിക്കില്ലെന്നും ഒക്കെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ നടപടികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ പറ്റത്തുള്ള ഒരു വ്യക്തി തന്നെ, ഞാൻ ഒരു ദിവസം ഈ ബാങ്കുമായി വന്നപ്പോ അദ്ദേഹത്തിന്റെ 2 കോടി രൂപ ഡിപ്പോസിറ്റ് ഏറ്റുവാങ്ങി. ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് 1 കോടി രൂപയും കൂടെ വാങ്ങി. അദ്ദേഹത്തിന് പലിശ കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഈ ബാങ്കിനെ സമീപിക്കുന്നത്. അപ്പോ ഞാനും മുജീബും ഒക്കെ അപ്പോഴിവിടെ ഉണ്ട്. ഞങ്ങളോടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം ഈ രൂപയെല്ലാം കേരള ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്നുള്ള റെക്കോർഡുകൾ നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ആളുകളെ കബളിപ്പിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് കഴിഞ്ഞ കുറെ കാലമായി ഈ ബാങ്കിൽ നടന്നു വരുന്നത്. ഇവിടെ നമുക്കറിയാം, റെസിഡൻസുകൾ എല്ലാവർക്കും ഇവിടെയാണ് അക്കൗണ്ട്. നേമം ഗണപതി ക്ഷേത്രം, ഇവിടുത്തെ പള്ളി കമ്മിറ്റി, അതേപോലെ തന്നെ NSS, SNDP, അങ്ങനെ വരുന്ന ഒട്ടനവധി സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ, അതേപോലെ തന്നെ പല കൂട്ടായ്മകൾ, കുടുംബശ്രീ, അതേപോലെ തന്നെ ജനശ്രീ, അങ്ങനെയുള്ള ഒട്ടനവധി ആളുകളുടെ അക്കൗണ്ട് നമ്മുടെ ഈ ബാങ്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ പാടില്ല. അത് കൗൺസിൽ ശ്രദ്ധപ്പെടുത്തിയതാണ്. 1600 രൂപ പെൻഷൻ കിട്ടുന്നത് നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ ബാങ്കിലാണ് ആ ലിസ്റ്റ് ഉള്ളത്. അവരുടെ ഈ 1600 രൂപ വാങ്ങാൻ തന്നെ നിരവധി പ്രാവശ്യം ഈ ബാങ്കിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. പല ആളുകളെ അറിയാം. ഈ 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ ആ 1600 രൂപ വെച്ച് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് നമ്മുടെ പ്രദേശത്ത്. അവർക്ക് ഇന്നത് കിട്ടിയാൽ ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങാം. ഇതൊക്കെ ഓർത്ത് വരുന്ന, രാവിലെ വരുന്നു, അവർ വൈകിട്ട് പോകുന്നു, വീണ്ടും അവർ വരുന്നു. അപ്പോൾ ഇരിക്കുന്ന ചില സ്റ്റാഫുകൾ, എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, ചില ആളുകൾക്ക് ഈ ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു അലർജിയാണ്. അത് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ ഇവിടെ പൈസ കൊണ്ടിട്ടത്? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. 10-15 ലക്ഷം രൂപ കൊണ്ടിട്ടേക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 10-40 വർഷം സർക്കാർ സർവീസിൽ സേവനം നടത്തി, അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒരു വസ്തു വിറ്റ് അതിന്റെ ചെറിയ ഒരു എമൗണ്ട്, റെയിൽവേയുമായി ബന്ധപ്പെട്ട് പലരുടെയും ഭൂമി നഷ്ടപ്പെട്ടു, ആ ഭൂമി ഏറ്റെടുത്തു, അവരുടെയൊക്കെ മിച്ചം വരുന്ന ചില തുകകളൊക്കെ ഇവിടെ നിക്ഷേപിക്കുന്നതിനാണ്. ദൈനംദിനം എന്റെ ജീവിതത്തിൽ എനിക്ക് ചെറിയൊരു വരുമാനം കിട്ടും. അത് വെച്ച് എന്റെ വയസ്സുകാലത്തുള്ള ജീവിതം എനിക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒറ്റ ധാരണയിലാണ് നമ്മൾ. അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ അവരുടെ നിക്ഷേപ പൈസയും അല്ലെങ്കിൽ അവരുടെ പലിശ, ശരി ഞങ്ങൾ നിക്ഷേപം തരണ്ട, ഞങ്ങൾക്ക് ഉള്ള പലിശ നിങ്ങൾ ഈ മാസത്തെ പലിശ തരണം എന്ന് പറഞ്ഞ് ഇവിടെ എത്തുന്ന ആളുകളുടെ അടുത്ത്
ഏതൊരു മാനദണ്ഡവുമില്ലാതെ പുറംവാതിലിലൂടെ ജോലിക്ക് കയറിയ ചില വ്യക്തികൾ, പാർട്ടി സംവിധാനം എന്ന ഒറ്റ ഡയറക്ഷനിൽ ജോലിക്ക് കയറിയ ചില ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ മോശമായി ഈ ആളുകളോട് സംസാരിക്കുന്നത് ഒട്ടനവധി ആളുകൾ നമ്മളോട് പരാതിയായി പറയുകയും ചില കാര്യങ്ങൾ ഞാൻ ഈ ബാങ്കിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതും ആയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ പൈസ ഇട്ട ആളുകൾ എന്തോ വലിയ ഒരു കുറ്റം ചെയ്തിട്ട് ഇവിടുത്തെ എന്തോ നച്ചാപ്പിച്ച പൈസ വാങ്ങാൻ വരുന്നു എന്നൊരു സമീപനത്തിൽ പെരുമാറുന്ന ഒട്ടനവധി ആളുകൾ ഈ ബാങ്കിനകത്തുണ്ട്. ഇത് അവരുടെ നമ്മൾ വളരെ സ്നേഹത്തോട് പറയുന്നത്, ഇവിടെ ഈ സംവിധാനങ്ങളൊക്കെ ഈ സംസ്ഥാനത്ത് മാറ്റം വരും, ഇതിനൊക്കെ എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. 10-75 കോടി രൂപ കട്ടുമുടിച്ചിട്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരൊരു പത്രം പുറത്തിറക്കി, മനോരമയിലൊരു റിപ്പോർട്ടിൽ പറയുന്നത്, ഞങ്ങളെ ഏരിയ കമ്മിറ്റി അംഗം, നമ്മളെ മറ്റേ ലോക്കൽ കമ്മിറ്റി അംഗം, നമ്മളെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഒക്കെ അങ്ങ് തരം താഴ്ത്തി, അങ്ങനെയെല്ലാം നമ്മൾ താഴോട്ട് കൊണ്ടു, അവരെല്ലാം അതിന് താഴെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആളിന് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ശക്തമായ ഒരു സമര പരിപാടികൾ ഈ ബാങ്കിന്റെ മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. തുടർ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. ഞാനിവിടെ രാഷ്ട്രീയമായി പറയുന്നതല്ല. എന്നെ ഇവിടെ സംസാരിക്കാൻ വിളിച്ചത് ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ആളെന്ന നിലയിലും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. നമുക്കിവിടെ വ്യാപകമായി നടന്ന ഈ കൊള്ളയ്ക്കെതിരായിട്ട് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ന് ഈ ധർണയുടെ മുഖ്യ ലക്ഷ്യം തന്നെ ഇവിടെ സമഗ്രമായ ഒരു അന്വേഷണം, അത് 40 കോടി രൂപയ്ക്ക് മേളിൽ വന്നാൽ ഇതിനകത്ത് കൃത്യമായി EDയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് എന്റെ ഒരു അന്വേഷണത്തിൽ അറിയുന്നത്. ഇവിടെ 40 80 കോടിയോളം രൂപയുടെ ക്രമക്കേട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് EDയുടെ അന്വേഷണം ഒന്നാമത്തെ ഘടകം. രണ്ടാമതായി നമ്മളിവിടെ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം, വഞ്ചിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക്, വിവിധ സംഘടനകൾക്കും അവർ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുക കൃത്യമായി അവർക്ക് മടക്കി നൽകണം. ഏതൊരു ഉപയോഗശൂന്യമായിരിക്കുന്ന ഈ ഭരണസമിതി കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ജനത്തിനോ ഈ പണം നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾക്കോ ഏതൊരു പരമായ ഉപയോഗവുമില്ല. ആ ഭരണസമിതി അടിയന്തരമായി ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ട് ഇവിടെ ഒരു രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വരണം. ഇവിടെ ഇപ്പോൾ ബന്ധപ്പെട്ട് ഒരാളിനെ സംസാരിക്കാൻ വന്നാൽ ആരെടുത്തും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത് ആരെടുത്ത് ചോദിക്കും? ഇന്ന് വരുമ്പോൾ പറയും പ്രസിഡന്റ് ഇല്ല, അല്ലെങ്കിൽ സെക്രട്ടറി ലൈവാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഇവിടുത്തെ ഒരു ദൈനംദിന രീതിയായി മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരായിട്ട് റെസിഡൻസിന്റെ കൂട്ടായ്മകളും ഇവിടെ ഈ സമര പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ മുജീബിന്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതൃത്വത്തിൽ വൻപിച്ച ഒരു പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഈ പാവങ്ങളുടെ തുക നമുക്ക് മടക്കി നൽകാൻ സാധിക്കുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇവിടെ ഈ സമരത്തിനെ നേമം റെസിഡൻസ് അസോസിയേഷന്റെ പേരിലും അതേപോലെ തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലും എല്ലാവിധ പിന്തുണയും സഹകരണവും തുടർന്നും ഉണ്ടാകുമെന്നും ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ഈ പ്രദേശത്ത് ഞാൻ അതിനകത്ത് ഇപ്പൊ ഫ്രാൻസോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായി സമരരംഗത്ത് ഇറങ്ങിയാൽ അത് വിജയിക്കില്ല. ഈ പ്രദേശത്ത് ഏകദേശം 1000-ഓളം നിക്ഷേപകരുണ്ടെന്നാണ് എന്റെ ഒരു ചെറിയ അറിവ്. ഏകദേശം നമ്മൾ ചെറുതും വലുതുമായി കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ 1000-ഓളം ഈ നിക്ഷേപകരുടെ നല്ല ഒരു പിന്തുണയും സഹായവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമര പരിപാടിയും നമ്മൾ പൂർണ്ണ രീതിയിൽ നമുക്ക് വിജയപ്രദമാക്കാൻ കഴിയുള്ളൂ എന്നും നിങ്ങളോട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നിവിടെ നടത്തിയ ഈ ധർണയ്ക്ക് എല്ലാവിധ ആശംസകളും പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.